ഇന്നുവരെ ഇസ്രയേൽ ചരിത്രത്തിലുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ തീപിടുത്തമാണെന്ന് അധികൃതരടക്കം അന്ന് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. പക്ഷേ അതിന് പിന്നാലെ പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഹമാസും ഇറാനും അടക്കമുള്ള ശക്തികൾ പറഞ്ഞത് ഇസ്രയേൽ നടത്തിയ കൂട്ടക്കുരുതിയുടെ പരിണിത ഫലം, ഗാസയിൽ നടത്തുന്ന കൂട്ടക്കൊലപാതകത്തിൻ്റെ ഫലമാണ് അവർ അനുഭവിക്കുന്നതെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അടുത്തിടെയുണ്ടായ ചില കണ്ടുപിടുത്തങ്ങൾ, ചില ഗവേഷണങ്ങൾ, അത് ആ കാട്ടുതീ ദൈവഹിതമാണെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുകയാണ്. അതിനായിട്ടുള്ള ചില സൂചനകൾ കൂടിയാണ് ഈ സാഹചര്യത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ വിചാരണ ചെയ്ത ഒരു കൊട്ടാരം അത് ജെറുസലേമിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇതേ ജെറുസലേമിൽ തന്നെയാണ് വൻ കാട്ടുതീ ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യങ്ങളാണ് കാര്യങ്ങൾ ഏറെക്കുറെ കോർത്തിണക്കുന്നത്. ചില പുരാതന അവശിഷ്ടങ്ങൾ ലഭിച്ചിരിക്കുന്നത്, കാട്ടുതീയെ തുറന്ന് കിട്ടിയിരിക്കുന്നത് 2000 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ചില കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതാണ്. അന്ന് യേശുവിൻ്റെ അപ്പോസ്തലന്മാരുടെ ജന്മനാടായിരിക്കും ഈ മേഖല, അങ്ങനെ കരുതുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള ചില വിശദാംശങ്ങൾ. അതിന് കുറച്ചുകൂടി ബലം പകരുകയാണ് ഈ തെളിവുകൾ. സുവിശേഷം പ്രചരിപ്പിക്കുവാനും സഭയ്ക്ക് ആത്മീയ നേതൃത്വം നൽകുവാനും യേശു ക്രിസ്തുവിൽ നിന്നും പ്രത്യേകം പരിശീലനവും അതുപോലെ തന്നെ ഉപദേശവും കിട്ടിയ തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരെയാണ് അപ്പോസ്തലന്മാർ, അതല്ലെങ്കിൽ ശ്ലീഹന്മാർ എന്ന് അറിയപ്പെടുന്നത്. ഗലീലി കടലിൻ്റെ വടക്കൻ തീരത്തുള്ള അരാജിൽ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ ഈ മേഖല പത്രോസും ആൻഡ്രൂവും ഫിലിപ്പും താമസിച്ചിരുന്ന മത്സ്യബന്ധന ഗ്രാമമായിട്ടുള്ള ബെത്സയിദ ആയിരിക്കാമെന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് ഫിലിപ്പ് ഇപ്പോൾ ആൻഡ്രൂവിൻ്റെയും പത്രോസിൻ്റെയും നഗരമായ ബേത്സയിൽ നിന്നുള്ളവരായിരുന്നു എന്നുള്ളതാണ്. ആ മേഖലയാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയെന്നാണ് കരുതുന്നത്. ഇതനുസരിച്ചുകൊണ്ട് ഇതിനെ അടിസ്ഥാനമാക്കി തന്നെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ, പരിശോധനയിൽ ഇങ്ങനെയൊരു നിഗമനത്തിലേക്ക് എത്താനായി കഴിഞ്ഞിരിക്കുന്നു. ജൂലൈ മാസം അവസാനം ഇസ്രയേലിൻ്റെ വടക്കൻ തീരത്ത് പറന്നു പിടിച്ച കാട്ടുതീ ബെറ്റിഹ പ്രകൃതി സംരക്ഷണ കേന്ദ്രത്തിലൂടെ കടന്നുപോയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഇടതൂർന്ന സസ്യജാലങ്ങൾ ഇല്ലാതാവുകയും പുരാവസ്തുക്കൾ ചിതറിക്കിടക്കുന്ന ചെറിയ കുന്നുകൾ തുറന്നു കാട്ടപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അങ്ങനെ നടത്തിയ പരിശോധനയായിരുന്നു, നടത്തിയ ഗവേഷണമായിരുന്നു ഇത്രയും വലിയൊരു വഴിത്തിരിവിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചതെന്നാണ് ഡെയിലി മെയിൽ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് ഗവേഷണം നടത്തുന്ന കിന്നറൈറ്റ് കോളേജിലെ ഖനന ഡയറക്ടർ മൊർദെഖായ് അവിയം പറയുന്നതനുസരിച്ച് തീപിടുത്തം ഏറെ ഗുരുതരമായിരുന്നു, രാജ്യത്തെ ഭയപ്പെടുത്തിയതായിരുന്നു, ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതായിരുന്നു എങ്കിൽ പോലും നേരത്തെ ശക്തമായി പടർന്നു പന്തലിച്ചിട്ടുണ്ടായിരുന്ന സസ്യജാലങ്ങൾ കാരണം നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത പല മേഖലകളിലേക്കും ഇന്ന് കടന്നു ചെല്ലാൻ സാധിക്കുന്നു. ആ സസ്യങ്ങളൊക്കെ തന്നെ കത്തിച്ചാമ്പലായി മാറിയതുകൊണ്ട് ആ മേഖലയിലേക്ക് പരിവേഷണം നടത്താനും സർവേ നടത്താനും ഒക്കെ തന്നെ ഈ കാട്ടുതീ ഒരുപാട് സഹായിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ദൈവഹിതമാണോ എന്ന സംശയമടക്കം പലരും പങ്കുവെക്കുന്നത്. ഇവിടെ നിലത്ത് പരിശോധിച്ചപ്പോൾ 100 കണക്കിനടി നീളമുള്ള മൺകൂനകൾ കാണപ്പെട്ടു. അത് ഓരോന്നും പഠനവിധേയമാക്കിയപ്പോൾ പുരാതന കാലത്തെ ഓരോ മുറികളായിരിക്കും എന്നുള്ള അനുമാനത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. മുറികളാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. പണ്ടുകാലത്തെ മതിലുകൾ, കെട്ടിടങ്ങൾ നിലനിന്നിരുന്ന കുന്നുകൾ, യേശു ജീവിക്കുകയും അതുപോലെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്ത റോമൻ കാലഘട്ടത്തിലെ മൺപാത്രങ്ങളുടെ ശകലങ്ങൾ എന്നിവയൊക്കെ തന്നെ ഈ തീപിടുത്തത്തെ തുറന്നു നടത്തിയ പരിവേഷണത്തിലൂടെ ഇവിടെ നിന്നും കണ്ടെത്താനായി കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കണ്ടെത്തൽ മുൻകാലത്തിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളിലേക്കും അവിടുത്തെ ജീവിത രീതിയിലേക്കുമൊക്കെ തന്നെ വെളിച്ചം വീശുകയാണ്. ഇപ്പോൾ ശക്തമായി തന്നെ ആ മേഖല പരിവേഷണം നടത്തി 9ാം സീസണിലേക്ക് ഖനനവും കടത്തിയിട്ടുണ്ട്. ബൈസാൻഡിയൻ കാലഘട്ടത്തിലേക്കും കുരിശുയുദ്ധത്തിൻ്റെ സമയത്തിലേക്കും ഒക്കെ തന്നെ ഇത് കോർത്തിണക്കാനായി ഗവേഷകർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിലെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തിരച്ചിൽ കൂടിയാണ് ഇപ്പോൾ നടത്തുന്നത്. ചരിത്രപരമായി ഏറ്റവും അധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു മേഖല. ആ മേഖലയിൽ നടത്തുന്ന ഈ പരിവേഷണം ഇനിയും നിരവധി വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നും കെട്ടുകഥകളും മിഥ്യാധാരണകളെന്നും പറയുന്ന പല വിഷയങ്ങളും ലോകത്തിനു മുന്നിൽ അനാവരണം ചെയ്യാനും തെളിവ് സഹിതം അവതരിപ്പിക്കാനും അവസരം നൽകുമെന്നാണ് ഈ ഗവേഷകർ പറയുന്നത്. ഔപചാരിക റോമൻ ശൈലിയിലുള്ള ഒരു കെട്ടിടത്തിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന ഒരു സ്തംഭവും ഈ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നടത്തിയ തെരച്ചിലിലൂടെ ഒരു മത്സ്യബന്ധന ഉപകരണവും റോമൻ ബാത്ത് ഹൗസിൻ്റെ അവശിഷ്ടങ്ങളുമൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും അന്നത്തെ കാലഘട്ടത്തിലെ രീതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അത്യാഡംബരമായിട്ടുള്ള ഒരു മുറിയായും
ഉപകരണങ്ങളായും ഒക്കെ തന്നെ ഇതിനെ നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഒരു കാലത്ത് ആ പ്രദേശത്ത് ഏറ്റവും അധികം നല്ല രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ച ഒരു മേഖലയായിരുന്നു, ഒരു വാസസ്ഥലമായിരുന്നു ഈ ഇടമെന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രൗഢഗംഭീരമായിട്ടുള്ള നിർമ്മിതികളും. AD 725 ഒരു തീർത്ഥാടന സമയത്ത് ഈ പ്രദേശം സന്ദർശിച്ച ബവേറിയൻ ബിഷപ്പായിട്ടുള്ള വിശുദ്ധ വില്ലിബാൾഡിൻ്റെ വിവരണവുമായി പള്ളിയുടെ അവശിഷ്ടങ്ങൾ യോജിക്കുന്നുണ്ട്. അന്ന് അദ്ദേഹം കുറിച്ചു വച്ചിരുന്ന പല വിവരങ്ങൾ, അതിനനുസരിച്ചുള്ള രൂപരേഖ തന്നെയാണ് ഇന്നിവിടെ കണ്ടെത്തിയിരിക്കുന്നത്. പത്രോസിൻ്റെയും ആൻഡ്രൂവിൻ്റെയും വീട് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് ആ മേഖലയുടെ തൊട്ടടുത്തായി ഒരു പള്ളി പണിതു എന്നാണ് അദ്ദേഹം പറയുന്നത്. ബൈബിളിൽ പരാമർശിക്കുന്ന സ്ഥലങ്ങളായിട്ടുള്ള കർണാഫിമിനും കുർസിക്കിനും ഇടയിലാണ് ബെസീദ സ്ഥിതി ചെയ്യുന്നതെന്നാണ് വില്ലിബാൾഡ് പറയുന്നത്. ഇതൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്തിണക്കുമ്പോൾ വളരെ വിപുലമായ, പ്രത്യേകിച്ചും ക്രിസ്തുമത വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ വിശ്വസിക്കാനും ആരാധിക്കാനും പറ്റുന്ന ചില വിവരങ്ങൾ കൂടിയാണ് നിലവിൽ ഇസ്രയേൽ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം നേരത്തെ തന്നെ യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട പലവിധ വിവരങ്ങളും തെളിവുകളും അടക്കമുള്ള ചില വിഷയങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപായിരുന്നു യേശു ക്രിസ്തുവിനെ വിചാരണ ചെയ്ത ഹെറോദ രാജാവിൻ്റെ കൊട്ടാരം കണ്ടെത്തിയെന്ന അവകാശവാദം പുരാവസ്തു ഗവേഷകർ പങ്കുവച്ചത്. അതും ജെറുസലേമിൽ തന്നെയാണ് ഈ ഫെറോദ കൊട്ടാരം കണ്ടെത്തിയത്. ഡേവിഡ് മ്യൂസിയത്തിന്, അതായത് ഡേവിഡ് ടവറിനടുത്ത് കണ്ടെത്തിയ കൊട്ടാര അവശിഷ്ടങ്ങളാണ് ഫെറോദ രാജാവിൻ്റെ കൊട്ടാരമെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടിയത്. അവിടെ വെച്ചായിരുന്നു യേശുവിനെ വിചാരണ ചെയ്തത്. ചരിത്രപരമായ രേഖകൾ പരിശോധിച്ചതിൽ നിന്നുമാണ് ഈ കൊട്ടാരത്തിൽ യേശുവിനെ വിചാരണ ചെയ്ത കൊട്ടാരമാണ് നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള നിഗമനത്തിലേക്ക് ഗവേഷകർക്ക് കടക്കാൻ കഴിഞ്ഞത്. വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് കൊട്ടാരത്തിലെ ഗേറ്റിന് സമീപമുള്ള കൽപ്പാതയിലാണ് വിചാരണ നടന്നതായി ഗവേഷകർ പറയുന്നത്. എന്നാൽ ഈ ഒരു വിഷയത്തിനിടയിൽ മറ്റൊരു കാര്യം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ നിയന്ത്രിച്ചിരുന്ന ഒരു ജയിലടക്കം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 15 വർഷങ്ങൾക്ക് മുൻപ് ഡേവിഡ് മ്യൂസിയത്തെ ചുറ്റിപ്പറ്റി നടന്ന ഗവേഷണങ്ങളാണ് ഏറ്റവും ഒടുവിൽ ഫെറോദ രാജാവിൻ്റെ കൊട്ടാരം കണ്ടെത്താൻ ഇടയാക്കിയത്. ഈ കണ്ടെത്തിയ കൊട്ടാരം ഫെറോദ രാജാവിൻ്റേതാണെന്ന് ഗവേഷകർ തറപ്പിച്ചു പറയുന്നു. പക്ഷേ വിചാരണ ചെയ്ത സ്ഥലത്തെപ്പറ്റി അവർക്കിടയിൽ ഒരു തർക്കമുണ്ട്. ചാർലോട്ടിലെ യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് കരോലിനയിലെ ഗവേഷകരായിട്ടുള്ള ഷിമോൺ ഗിബ്സിൻ്റെ നേതൃത്വത്തിലാണ് ഈ കൊട്ടാരം കണ്ടെത്തിയത്. ഒട്ടനവധി സന്ദർശകർ എത്തുന്ന ജെറുസലേമിൽ യേശുവിനെ വിചാരണ ചെയ്ത കൊട്ടാരം തീർത്ഥാടകർക്ക് വേണ്ടി തുറന്നു കൊടുക്കുമെന്നാണ് അന്ന് മാധ്യമ റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ അത് ധാരണകൾ മാത്രമല്ല, അത് ചരിത്ര ശേഷിപ്പുകൾ കൂടിയാണെന്നുള്ളത് സ്ഥാപിക്കാൻ കഴിയുന്നതാണ് ഇത്തരത്തിലുള്ള ഗവേഷക പുരാതന കണ്ടുപിടുത്തങ്ങൾ കൂടി. അതിനിടെ ഇസ്രയേൽ ഹമാസ് സംഘർഷം തുടങ്ങിയപ്പോൾ 681 ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ബന്ദികളെ മോചിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കാനും ആവശ്യപ്പെട്ട് ഇസ്രയേൽ സർക്കാരിനോട് അത് ആവശ്യപ്പെട്ടുകൊണ്ട് ടെല്ലവീവ് നഗരത്തിൽ കഴിഞ്ഞ ദിവസം 10 ലക്ഷത്തിലധികം വരുന്ന ആളുകളാണ് സമരം നടത്തിയത്. ഗാസ നഗരം പിടിച്ചെടുക്കാനുള്ള പദ്ധതി ഇസ്രയേൽ അവതരിപ്പിക്കുന്ന നീക്കത്തിനിടയിലാണ് ഇങ്ങനെ ഒരു പ്രക്ഷോഭം കൂടി നടന്നത്. ഗാസയിലെ എല്ലാ ബന്ദികളെ മോചിപ്പിക്കാനും ഇസ്രയേൽ സർക്കാർ ഒരു കരാറിലെത്തണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. യുദ്ധം തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു പ്രകടനമായി, ഇസ്രയേലിനുള്ളിലുള്ള പ്രകടനമായി ഇതിനെ നോക്കിക്കാണുന്നു. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രയേലിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ സമരം. എന്നാൽ ഇതിനിടയിൽ ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥതയിൽ ഗാസയിൽ വെടിനിർത്തൽ കരാറിനായിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നു എന്നുള്ള റിപ്പോർട്ടടക്കം പുറത്തു വരുന്നുണ്ട്. ഗാസ മുനമ്പുകളിൽ ഭക്ഷണം എത്തിക്കാനുള്ള ശ്രമങ്ങളും മറുഭാഗത്ത് നടക്കുന്നുണ്ട്.